ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് മുസ്ലിമായിരുന്നില്ല. അന്ന് മുസ്ലിമായിരുന്നില്ല തങ്ങള് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന്റെ അടുത്തേക്ക് അതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെന്ന് നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെന്ന് നിന്നുകൊണ്ട് അതാ പറയുന്നു, ഉമറേ, മുഹമ്മദും സംഘവും ഉണ്ടല്ലോ, ആ മുഹമ്മദും സംഘവും ഉണ്ടല്ലോ, അത് നമ്മുടെ ദീനിനെ അവര് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നാളും ആരാധിച്ചു കൊണ്ടിരുന്ന ആ ബിംബങ്ങൾ തച്ചുടക്കണമെന്നവര് വാശി പിടിക്കുന്നു. ഉമറേ ോട് പറഞ്ഞപ്പോ ഉമർ എന്ന് പറയുന്ന മനുഷ്യനതാ ഇറങ്ങുകയാണ്, ചാടി ഇറങ്ങുകയാണ്. അതാ തന്റെ ഉറയിൽ നിന്ന് വാളൂരി എടുത്തിട്ട് കുതിരപ്പുറത്തേക്ക് ചാടി കയറുകയാണ്. എന്നിട്ടതാ പറയുകയാ, ഞാനിതാ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാ, മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടതാ ഊരിപ്പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്തേക്ക് പാഞ്ഞു പോവുകയാണ്. ഇത് കണ്ട മക്കയിലെ, ഇത് കണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് ആ ഉമർ വരുന്നത് കണ്ടിട്ടതാ പേടിച്ചു പോവുകയാണ്. മക്കത്തെ ജബലുകൾ കീടുകീടുത്തേ ശക്തനാം ഉമറിന്റെ വരവ് കണ്ടേ അല്ലാഹുവേ. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ല. ആ ഉമർ എന്ന് പറയുന്ന മനുഷ്യരതാ ഊരിപ്പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്ത് വരുന്ന വരവ് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്തുകൾ ഞെട്ടിത്തെറിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുകൾ ഓടി വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം റസൂലേ. ഉമർ വരുന്നുണ്ട് നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, രക്ഷപ്പെട്ടോ നബിയേ, രക്ഷപ്പെട്ടോ നബിയേ. ഒരു പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്ത് ഉമർ വരുന്നത് അങ്ങേക്ക് മൊത്തം തരാനല്ല, അങ്ങയെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണരാനല്ല. പിന്നെ ഉമർ വരുന്നത് എന്തിനെന്നറിയോ? അങ്ങയുടെ തലയെടുക്കാനാ നബിയേ. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു ഭയവുമില്ല. ആ പ്രിയപ്പെട്ട സഹാബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നബിയേ, ഞങ്ങൾക്ക് അങ്ങയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണം റസൂലേ, അങ്ങയുടെ എന്ത് രസമാണ് നബിയേ, അങ്ങയുടെ മുഖം കാണാൻ. ചന്ദ്രൻ പോലും നാണിച്ചു പോകുന്ന, സൂര്യൻ പോലും ഓടി ഒളിച്ചു പോകുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ മുഖത്ത് മാറി എറിഞ്ഞ നബിയേ, അങ്ങയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കല, അങ്ങയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്ക, ഞങ്ങൾക്കിനി കഴിഞ്ഞെന്നവരില്ല നബിയേ, രക്ഷപ്പെട്ടോ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരൽ നിന്ന് ഒരു സഹാബി ചാടി ഇറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹ്, ആദ്യമായിട്ട് ഈ ഉമർ വരുന്നത്, അങ്ങയുടെ മുമ്പിൽ ഈ ഉമർ വരുന്നത് നല്ലതിനെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷേ എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ പുറത്ത് തൊടാനാണ്, ശരീരത്ത് തൊടാനാണ് ഈ ഉമർ വരുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉമറിന്റെ നെഞ്ചു പിളർത്തി വാള് അകത്തേക്ക് വിടുന്നത് ഈ ഹംസയായിരിക്കും നബിയേ എന്ന് വീരവാദം മുഴക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ആ സമയത്ത് ഉമർ അതാ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് പുന്നാര നബി തങ്ങളുടെ ചാര വന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ടതാ എല്ലാവരും കരഞ്ഞു നിൽക്കുകയാണ്, പേടിച്ചു നിൽക്കുകയാണ്. എന്താണ് ഉമർ ചെയ്യാൻ പോകുന്നതെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഉമർ എന്ന് പറയുന്ന മനുഷ്യനതാ എന്റെ കയ്യിലിരുന്ന വാളതാ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിച്ചു നബിയേ, ഞാൻ വിശ്വസിച്ചു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ എന്ന് പറയുന്ന അന്ന് വരെ വ്യഭിചാരിയായിരുന്ന, കള്ളുകുടിയനായിരുന്ന, ഏതൊക്കെ തെമ്മാടിത്തരമുണ്ടോ അതെല്ലാം കൈക്കല്ലിൽ കൊണ്ട് നടന്ന ആ ഉമർ എന്ന് പറയുന്ന മനുഷ്യനതാ കാലം പതിക്കുന്ന നീതിമാനായിട്ട് മാറുകയല്ലേ സഹോദരങ്ങളെ.